നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മഹാലക്ഷ്മി അഷ്ടകം പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ്. എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുന്നു. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരീ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിബുദ്ധിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാ മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗൽസ്ഥിതേ ജഗന്മാതാ മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി അഷ്ടകസ്തോത്രം യേ പഠേത് ഭക്തിമാനരഃ സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലേ പഠേ നിത്യം മഹാപാപവിനാശനം ദ്വികാലം യ പഠേ നിത്യം ധനധാന്യസമന്വിതഃ ത്രികാലം യ പഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മീർഭവോ നിത്യം വസന്നവരദാ ശുഭാ. ഇതി ഇന്ദ്രകൃത ശ്രീ മഹാലക്ഷ്മി അഷ്ടകസ്തോത്രം സമ്പൂർണം. ഒന്നിൻ്റെ അർത്ഥം: മഹാമായ എന്ന് വിളിക്കപ്പെടുന്ന മഹാലക്ഷ്മിക്ക് പ്രണാമം. ധനത്തിൻ്റെ ഉറവിടമായ ദേവിയെ മനുഷ്യരും ദേവന്മാരും ഒരുപോലെ വന്ദിക്കുന്നു. ശംഖും ചക്രവും ഗദയും കൈകളിലേന്തിയ മഹാലക്ഷ്മിയെ നമിക്കുന്നു. ഇനി 2. ഗരുഡനെ ഇരിപ്പിടമാക്കിയ ദേവിയെ നമിക്കുന്നു. കോലാസുരനെ വധിച്ച ദേവി ഭക്തരുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നു. ദേവിയെ എന്നെന്നും നമിക്കുന്നു. ഇനി 3. സർവശക്തിയായ ദേവി, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദേവി, എല്ലാ വേദനകളും ദുഃഖങ്ങളുടെയും കാരണം ഇല്ലാതാക്കുന്നു. മഹാലക്ഷ്മിയെ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു. ഇനി 4. ഭക്തർക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്നതും ദേവിയാണ്. എല്ലാ പുണ്യ പ്രതീകങ്ങളിലും കുടികൊള്ളുന്നതും മഹാലക്ഷ്മിയായ ദേവിയാണ്. എല്ലായ്പ്പോഴും വന്ദിക്കുന്നു. 5. ദേവി, നിനക്ക് ആദിയും അന്തവുമില്ല. പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ ശക്തി നീയാണ്. നിർമ്മലമായ ഊർജത്തിൽ നിന്നും രൂപം കൊണ്ട നീ അതിനെ നിലനിർത്തുകയും ചെയ്യുന്നു. മഹാലക്ഷ്മി ദേവിയെ എല്ലായ്പ്പോഴും നമിക്കുന്നു. 6. ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം നൽകുന്ന ദേവി, ഏറ്റവും വലിയ ശക്തിയും എല്ലാ സന്തോഷങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണക്കാരിയും ദേവിയാണ്. എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്ന ദേവിയാണ്. മഹാലക്ഷ്മിയെ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു.
7. താമര പൂവിലിരിക്കുന്ന ദേവി, നീ പരബ്രഹ്മത്തിൻ്റെ അവതാരമാണ്. നീ മഹാശക്തിയും ലോകത്തിൻ്റെ മാതാവുമാണ്. ദേവി മഹാലക്ഷ്മിയെ എന്നെന്നും വന്ദിക്കുന്നു. 8. വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും രത്ന സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കൃതയുമായ ദേവിയെ, നീ ലോകത്തിലെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ലോകമാതാവായ മഹാലക്ഷ്മിയെ എന്നെന്നും വന്ദിക്കുന്നു. 9. മഹാലക്ഷ്മിയുടെ ഈ സ്തോത്രം ഭക്തിയോടെ ജപിക്കുന്ന ഏതൊരാൾക്കും എല്ലാ കഴിവുകളും ബുദ്ധിയും ലഭിക്കും. ലോകത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്ക് ലഭ്യമാവുകയും ചെയ്യും. മഹാലക്ഷ്മിയെ വന്ദിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയുടെ 8 അവതാര രൂപങ്ങളായാണ് അഷ്ടലക്ഷ്മികൾ എന്നറിയപ്പെടുന്നത്. സമ്പത്തിൻ്റെ 8 സ്രോതസ്സുകളുടെയും അധിപയാണ് അഷ്ടലക്ഷ്മികൾ. അഷ്ടലക്ഷ്മി പൂജ അനുഷ്ഠിക്കുന്നവർക്കും ആരോഗ്യം, വിദ്യ, ധൈര്യം, സന്താനങ്ങൾ, ശക്തി തുടങ്ങിയ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. എല്ലാവരും ദേവിയെ വന്ദിച്ച് മനസ്സിൽ വിചാരിച്ച് ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കുക, ജപം കേൾക്കുക. എല്ലാവരുടെ കുടുംബത്തിൽ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ, നന്മകളുണ്ടാവട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.